സ്വത്തുക്കൾ സംബന്ധിച്ച് ഏത് ഏജൻസിക്കും അന്വേഷിക്കാമെന്ന് ജി സുധാകരൻ. ഒപ്പം സജി ചെറിയാനെയും എച്ച് സലാമിനെയും സ്വത്തുക്കളെക്കുറിച്ച് കൂടി അന്വേഷിക്കണം. സമ്പാദ്യം മകന്റെ പേരിൽ നിക്ഷേപിക്കുകയോ മാറ്റിക്കൊടുക്കുകയോ ചെയ്യുന്നത് മൗലിക അവകാശമാണ്. സജിയും സലാമിനെയും നയിക്കുന്നത് ക്രിമിനൽ ഫിലോസഫിയാണ്. ഗുരുതരമായ നിയമശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന് ഓർത്താൽ കൊള്ളാമെന്നും സുധാകരൻ പറഞ്ഞു. ആസ്തി വിവരക്കണക്കിലെ ക്രമക്കേടിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ജി സുധാകരനെതിരെ ഡിവൈഎഫ്ഐ നൽകിയ പരാതിയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. മനീഷ് മഹിപാൽ വിവരങ്ങളുമായി. മനീഷ്, ഇപ്പോൾ രൂക്ഷമായ ഭാഷയിലാണ് ജി സുധാകരന്റെ മറുപടി. അദ്ദേഹം ആർക്കെതിരെയാണ് പ്രതികരിച്ചിരിക്കുന്നത്? രണ്ട് കാര്യങ്ങളിലാണ് ജി സുധാകരന്റെ മറുപടി. ഒന്ന്, അഫിഡവിറ്റ് കൊടുക്കുന്ന സമയത്ത് ജി സുധാകരന്റെ അക്കൗണ്ടിൽ നിന്നും 50 ലക്ഷം രൂപ അതിന് ഒരാഴ്ച മുൻപ് മകന്റെ അക്കൗണ്ടിലേക്ക് കൈമാറി എന്ന പരാതി തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് ആ പരാതി കൊടുത്തത് ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു. അതിനുള്ള മറുപടിയാണ് തനിക്ക് അനധികൃത സ്വത്തുക്കളില്ല, ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നു, പകരം സജി ചെറിയാന്റെയും എച്ച് സലാമിന്റെയും സ്വത്ത് വിവരങ്ങൾ അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കണം എന്ന തരത്തിലുള്ള മറുപടി അതിന് നൽകുന്നു. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലാണ് മന്ത്രി സജി ചെറിയാനും എച്ച് സലാമും ജി സുധാകരനെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ എത്തിയത്. അതായത് നിലവിൽ UDF പാളയത്തിലെത്തിയ ജി സുധാകരനെ നിലവിൽ KC വേണുഗോപാലിനെ 3 മാസങ്ങൾക്കുള്ളിൽ തന്നെ കടലിൽ ചാടേണ്ട ഗതികേടിലേക്ക് എത്തും. ജി സുധാകരനും ഈ UDF പാളയത്തിൽ നിൽക്കുന്ന അത്തരത്തിലുള്ള രൂക്ഷമായ വിമർശനം ഉണ്ടായി. അതിന് മറുപടി ഈ രീതിയിലാണ്. പൊളിറ്റിക്കൽ ക്രിമിനൽ ഫിലോസഫിക്ക് അനുസൃതമായിട്ടുള്ള പ്രസ്താവനകളാണ് ഇരു കൂട്ടരും ഇറക്കുന്നത്. ഒപ്പം തന്നെ കൃഷ്ണപിള്ള സ്മാരകം റിപ്പോർട്ടറിന്റെ വാർത്തയായിരുന്നു. കൃഷ്ണപിള്ള സ്മാരകം തകർക്കാൻ സജി ചെറിയാനൊപ്പം താൻ ഉണ്ടായിരുന്നില്ല. അന്ന് സജി ചെറിയാൻ ഇതിന് മറുപടിയായി പറഞ്ഞത്, കൃഷ്ണപിള്ള സ്മാരകം പൊളിക്കുന്നതിൽ തനിക്ക് പങ്കുണ്ടെങ്കിൽ അന്ന് പൊളിക്കാൻ താൻ പോയിട്ടുണ്ടെങ്കിൽ തനിക്കൊപ്പം ജി സുധാകരനും ഉണ്ടാകുമായിരുന്നു എന്നുള്ള പ്രസ്താവനയായിരുന്നു സജി ചെറിയാൻ പറഞ്ഞിരുന്നത്. അതിന് മറുപടിയാണിത്. സജി ചെറിയാനൊപ്പം താൻ ഉണ്ടായിരുന്നില്ല എന്ന മറുപടി. ഒപ്പം തന്നെ സജി ചെറിയാന്റെ ഭാരമൊഴിയൽ പ്രയോഗം ഇത് വ്യക്തമാക്കുന്നതാണ്. തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ സജി ചെറിയാനും സലാമും ചേർന്ന് ക്രിമിനൽ ഗൂഢാലോചന നടത്തിയതിന്റെ തെളിവാണ് സജി ചെറിയാന്റെ ഭാരമൊഴിയൽ പ്രയോഗം എന്നത് കൂടി പറയുന്നു. പാർലമെന്റിലും പഞ്ചായത്തിലും തിരിച്ചടി ഉണ്ടായി. ബാക്കി തിരിച്ചടി 4-ാം തീയതി ഉണ്ടാകും ജി സുധാകരൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഒപ്പം തന്നെ സോഷ്യൽ മീഡിയയിലടക്കം തനിക്കുണ്ടാകുന്ന സൈബർ ആക്രമണങ്ങളിൽ തന്റെ സ്വകാര്യതയിലും ജീവിതത്തിലും ഇടപെട്ടാൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നും ജി സുധാകരന്റെ ഓർമ്മപ്പെടുത്തലുണ്ട്. എന്താണെങ്കിലും ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രം കാണാവുന്ന രീതിയിലാണ് ജി സുധാകരൻ തന്റെ FB പോസ്റ്റ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. സ്മൃതി. ശരി, മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത്.